ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ 2ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഇന്ന് അവധിയാണ്, പുറത്തേക്കിറങ്ങിയാലോ? കാഴ്ചകൾ കണ്ടു നടക്കാം. മിത്ര പുറത്തേക്കിറങ്ങി. അവൾ വയൽ വരമ്പിലൂടെ നടന്നു. ചുറ്റും പച്ച വിരിച്ച നെൽവയലുകൾ, ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, വലിയ തെങ്ങുകളും മരങ്ങളും. നടന്ന് നടന്ന് അവൾ തോട്ടുവരമ്പിലെത്തി. കളകളം പാടി ഒഴുകുന്ന തോട്, തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകൾ. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. ഇപ്പോൾ മഴ പെയ്യും. മിത്ര വീട്ടിലേക്ക് തിരിച്ചു നടന്നു. മ്യാവ് മ്യാവ്. എവിടെ നിന്നാ ശബ്ദം? അവൾ ചുറ്റും നോക്കി. തെങ്ങിൻ ചുവട്ടിൽ അതാ ഒരു പൂച്ചക്കുഞ്ഞ്. മഴ പെയ്താൽ പാവം നനയുമല്ലോ. ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ഈ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദൂരെ ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ. മഴ പെയ്യാറായി എന്ന് തോന്നാൻ കാരണമെന്ത്? തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ. പൂച്ചക്കുഞ്ഞിനെ കണ്ട മിത്ര എന്ത് ചെയ്തിട്ടുണ്ടാകും? അതിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും അല്ലേ? മിത്ര കണ്ട മറ്റു കാഴ്ചകൾ എന്തൊക്കെ? വലിയ തെങ്ങുകളും മരങ്ങളും, കളകളം പാടി ഒഴുകുന്ന തോട്, തോട്ടിൽ നീന്തി തുടിക്കുന്ന മീനുകൾ. പ്രവർത്തനം 2, സംഭാഷണം പൂർത്തിയാക്കൂ. പൂച്ചക്കുഞ്ഞിനെയും എടുത്ത് മിത്ര വീട്ടിലെത്തി. മുറ്റത്ത് മുത്തശ്ശി മിത്രയെ കാത്തു നിൽക്കുകയായിരുന്നു. മുത്തശ്ശി: മിത്രേ, നിന്റെ കയ്യിലെന്താ? മിത്ര: അതൊരു പൂച്ചക്കുഞ്ഞാ അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിനക്കിതിനെ എവിടെ നിന്നു കിട്ടി? മിത്ര: വഴിയിൽ വെച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മുത്തശ്ശിയും മിത്രയും തമ്മിലുള്ള സംഭാഷണമാണ് എഴുതി ചേർക്കേണ്ടത്. ഇനി ഷേപ്സ് പരിചയപ്പെടുന്ന ഒരു ആക്ടിവിറ്റിയാണ്. മിത്ര നെയ്മഡ് ഹെർ കിറ്റൺ. അവളുടെ പൂച്ചക്കുട്ടിക്ക് പേര് കൊടുത്തു കുറിഞ്ഞി. കുറിഞ്ഞി നീഡ്സ് എ ഹൗസ്. A house with shapes having circle, rectangle, triangle. Then count and write how many shapes are there. ഓരോ ഷേപ്സും എത്ര എണ്ണമുണ്ടെന്ന് എണ്ണി നോക്കി എഴുതുക. Then draw a picture using circle, rectangle and triangle. റോബോട്ടിനെ വരയ്ക്കാം, ബസ് വരയ്ക്കാം. ഈ ഷേപ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പിക്ചർ വരയ്ക്കാനാണ്. അത് കഴിഞ്ഞ് വൃത്തിയുള്ള വീട്. വീടായാൽ വൃത്തി വേണം. സുരക്ഷിതവും ആരോഗ്യകരവുമായ വീടിൻ്റെ സവിശേഷതകൾ കണ്ടെത്തി ശരിയിട്ട് നൽകാനാണ്. പരിസരത്ത് മാലിന്യങ്ങളില്ല, ശരിയിടണം. വീടിനകത്ത് സാധനങ്ങൾ വലിച്ചു വാരിയിട്ടിരിക്കുന്നു, തെറ്റാണ്. ആവശ്യത്തിന് കാറ്റും വെളിച്ചവും ലഭിക്കുന്നു, ശരിയാണ്. മാറാലകൾ തൂത്ത് വൃത്തിയാക്കുന്നു, ശരിയാണ്. വൃത്തിയില്ലാത്ത ശുചിമുറികൾ, അത് ശരിയല്ല. ഇനി വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ വീടിൻ്റെ 2 സവിശേഷതകൾ കൂടി എഴുതുക. 2 സവിശേഷതകൾ കൂടി എഴുതി ചേർക്കുക. അടുക്കും ചിട്ടയോടും കൂടി സാധനങ്ങൾ എടുത്തു വെക്കുന്നതും, ആഴ്ചയിലൊരിക്കൽ പരിസരം വീടിനൊക്കെ വൃത്തിയാക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതാ. ഇനി മാത്സിൽ നിന്ന് വന്നത് ക്വസ്റ്റ്യനാണ്. ലെറ്റ്സ് മേക്ക് എ പ്ലേ ഹൗസ്. മിത്ര വാണ്ടഡ് ടു ബൈ തിങ്സ് ടു മേക്ക് എ പ്ലേ ഹൗസ് ഫോർ കുറിഞ്ഞി. മിത്ര ഓപ്പൺ ഹെർ മണി ബോക്സ്. അവളുടെ കുടുക്ക, ക്യാഷ് ഇട്ട് വെക്കുന്ന മണി ബോക്സ് തുറന്നു. അവൾക്ക് എന്തെങ്കിലും പ്ലേ ബോക്സ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര റുപ്പീസ് ഉണ്ടെന്ന് എഴുതണം. 10ൻ്റെ 2 എണ്ണം, അപ്പോൾ 20 റുപ്പീസ്. 10 രൂപയാണുള്ളത്, അപ്പോൾ 5 രൂപേൻ്റെ 2 എണ്ണമാണ് ഉണ്ടാവുക. 2 രൂപയുടെ 3 എണ്ണം 6, 1 രൂപയുടെ 4 എണ്ണം ആവുമ്പോഴാണ് 4 രൂപയാവുന്നത്. ടോട്ടൽ ക്യാഷ് ഇവിടെ എഴുതുക.